ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വി നെക്കിലും പഫ് സ്ലീവൊക്കെ വെച്ചിട്ടുള്ളൊരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പം അതിനായിട്ട് ഇവിടെ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മെയിൻ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ഹക്കോബ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ്. ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച്. വി നെക്ക് ആയതുകൊണ്ട് 3.5 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിട്ടുള്ളത്. ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത് 6.5 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ ലെങ്ത്തും 6.5 ഇഞ്ച്. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ച്. അവിടുത്തെ വണ്ണം വരുന്നത് 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി സ്ലിറ്റിൻ്റെ അവിടുത്തെ നീളം 22 ഇഞ്ചാണ്. അവിടുത്തെ വണ്ണം വരുന്നത് 10 ഇഞ്ചാണ് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ അവിടെ സ്ലിറ്റിൻ്റെ അവിടെ വണ്ണം വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻറ്റ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടി നോക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അളന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് താഴെ ഭാഗത്ത് സ്ലിറ്റിൻ്റെ അവിടെ വരുന്നത് ഇതുപോലെ മടക്കുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നോക്കാം. താഴെ ഭാഗത്ത് വീതി വരുന്നത് 10 ഇഞ്ചാണ് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 11.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലിറ്റിൻ്റെ ആ ഭാഗം വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനാണ്. നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച്, നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച്. അതൊന്ന് സ്ക്വയർ പോലെ വരച്ചിട്ട് വി ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. കൈക്കുഴീൻ്റെ ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് മെയിൻ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ ബാക്ക് പോർഷൻ, അത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളത് നോക്കാം. തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ പഫ് സ്ലീവ് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ 4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. 4 ഇഞ്ച് നമുക്ക് ആ ഞൊറി വിട്ട് കൊടുക്കാനുള്ളതാണ്. ബാക്കിയുള്ള ഭാഗം നമ്മൾ സാധാരണ സ്ലീവ് മാർക്ക് ചെയ്യില്ല അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്തും 4 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ 4 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്നത് 8.5 ഇഞ്ചാണ് എൻ്റെ
വീതി വരുന്നത് സ്ലീവിൻ്റെ. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ 5 ഇഞ്ച് വീതിയിലുള്ളൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മെയിൻ ക്ലോത്ത് ലൈനിങ്ങുമായിട്ട് അങ്ങനെ ഇതുപോലെ പിൻ ചെയ്തിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് റൗണ്ട് നെക്കിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ബാക്കും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് ഷോൾഡർ വെച്ച് കൊടുക്കേണ്ടത്. നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വന്ന ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിൽ ഇതുപോലെയാണ് ഷോൾഡറിൻ്റെ അവിടെ ഞൊറിവിട്ട് കൊടുക്കുന്നത്. ചെറിയ ഞൊറിവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ സെൻറ്ററിൽ മടക്കിയിട്ട് 4 ഇഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ഞൊറിവിട്ട് കൊടുക്കാനായിട്ട്. ഞാനിതിൽ മെയിനായിട്ട് സ്ലീവും പിന്നെ നെക്ക് ഉണ്ടല്ലോ, വി നെക്ക്, അത് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഷേപ്പ് ചെയ്യുന്ന ഭാഗം ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് വേറൊരു ക്ലോത്ത് നമ്മൾ 5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തില്ല, അത് ഇങ്ങനെ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.